വർഷം 2015, കൃത്യം 10 വർഷങ്ങൾക്ക് മുമ്പ് സിനിമയിൽ അങ്ങനെ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നുമില്ലാത്ത കുറച്ചധികം ചെറുപ്പക്കാർ മലയാള സിനിമയുടെ മുഖമായി മാറിയ വർഷമായിരുന്നു 2015. 10 വർഷത്തിനിപ്പുറം അതിലെ ഓരോരുത്തരും സ്വന്തമായ ഐഡൻറ്റിറ്റികൾ ഉണ്ടാക്കിയിരിക്കുന്നു. അതിലേറ്റവും പവർഫുള്ളായ ഒരു ഇമേജ് ഉണ്ടാക്കിയ, ആക്ഷനൊക്കെ കൺവിൻസിംഗ് ആയി ചെയ്യാമെന്ന് തെളിയിച്ച ഒരു നടനാണ് സിജു വിൽസൺ. സിജു വിൽസണിൻ്റെ പോഡ്കാസ്റ്റ് സെഷനാണ് ഇത്. ക്ലോസ് ആൻഡ് പേഴ്സണൽ സിജു വിൽസൺ. നമസ്കാരം. നമസ്കാരം വിഷ്ണു. നമസ്കാരം. 2015 എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടം. അതിനുശേഷം 10 വർഷത്തിനിപ്പറെ ആ ആലുവ ടീമിലുണ്ടായിരുന്ന എല്ലാവരും ഒറ്റയ്ക്ക് ബ്രാൻഡായിട്ട് നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ മാർക്കറ്റ് ഉണ്ട്. എല്ലാവരും വെച്ചുകൊണ്ട് ആളുകൾ പടങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇന്ന് നായകന്മാരാ. ഇങ്ങനൊരു ഡ്രീം ഉണ്ടായിരുന്നോ ശരിക്കും നിങ്ങളുടെ കൂട്ടുകെട്ട് തുടങ്ങുമ്പോൾ? ഇത് ഒറ്റയ്ക്ക് നായകന്മാരാവാൻ തന്നെയാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന്? തീർച്ചയായിട്ടും നമ്മൾ സിനിമയിൽ വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ തിയേറ്ററിൽ പോയി സിനിമകൾ കാണുമ്പോൾ നായകന്മാരിങ്ങനെ ഷൈൻ ചെയ്ത് കാണുമ്പോൾ നമ്മൾ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്നാലോചിച്ച് അങ്ങനെയാണ് പതിയെ ആഗ്രഹം ഡെവലപ്പായി ആണ് ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് എത്തുന്നത്. നായകനാവണമെന്നുള്ളത് തന്നെ ആയിരുന്നു. പിന്നെ ആദ്യത്തെ ഒരു ഇതിൽ വരുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും കയറി പറ്റാന്നുള്ളതാണല്ലോ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെ നായകനാവും, അല്ലെങ്കിൽ എങ്ങനെ കഥാപാത്രങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫുൾ സിനിമ എങ്ങനെ ഷോൾഡർ ചെയ്യാം എന്നൊക്കെയുള്ളൊരു ചിന്തകളിലേക്കൊക്കെ പോകും. തീർച്ചയായിട്ടും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരും നായകന്മാരാകാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. പക്ഷേ റിസ്ക് ഫാക്ടറാണ്, ഭയങ്കര റിസ്ക്കിയാണ് നായകന്മാരാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഭയങ്കര റെസ്പോൺസിബിലിറ്റി അല്ലേ. ശരിക്കും നായകരുടെ കൂട്ടുകാരനാവണല്ലോ കുറച്ചുകൂടി റിസ്ക് ഫ്രീയും പടങ്ങളുടെ എണ്ണം കൂടുതലും അങ്ങനെ നോക്കുമ്പോൾ. റിസ്ക് ഫ്രീ ആണ്. പക്ഷേ എനിക്ക് തോന്നിയേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിഷ്ടമുള്ള കോണ്ടന്റുകളുണ്ടല്ലോ, അത് ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ നായകന്മാരായി കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കുള്ളൊരു പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകളും നമുക്കിഷ്ടപ്പെടുന്ന കോണ്ടന്റുകളൊക്കെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് ചിലപ്പോൾ ഇപ്പോൾ ഒരു നായകൻ ചൂസ് ചെയ്ത ഒരു സിനിമയിൽ ഒരു കൂട്ടുകാരൻ്റെ കഥാപാത്രമായിട്ടായിരിക്കും നിൽക്കുന്നത്. മറ്റേത് നമ്മളൊരു ഹോൾ സിനിമ ഷോൾഡർ ചെയ്ത് നമ്മളൊരു കോണ്ടന്റ് കൊടുക്കുകയാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഐഡിയൽ നമ്മുടെ ചിന്തകളിൽ നിൽക്കുന്ന രീതിയിലുള്ള കോണ്ടന്റുകൾ നമ്മൾ ഓഡിയൻസിന് കൊടുക്കുകയാണ്. അത് എന്ത് സംഭവിക്കുന്നു നമുക്കറിയാൻ പാടില്ല. പക്ഷെ നമുക്ക് ആഗ്രഹിക്കും, നമ്മൾ ഇപ്പം ചെയ്യണം എന്ന് തോന്നുന്ന ഒരു കോണ്ടന്റ് നമ്മൾ കേട്ട് കഴിയുമ്പോൾ ഭയങ്കര അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റൊക്കെ അപ്പം തന്നെ നമുക്ക് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. ആ ഒരു പ്രിവിലേജ് ഉണ്ട് നായകന്മാരായി കഴിഞ്ഞാൽ. മറ്റേ നായകൻ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കൂട്ടുകാരനാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണം. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഈ 2008-09 സ്ട്രഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ പറഞ്ഞ ഓഡീഷൻ ഇന്നത്തെ പോലത്തെ ഒരു കൃത്യം ഒരു ഫോർമാറ്റ് വന്നു തുടങ്ങിയിട്ടില്ല. ആരെ സമീപിക്കണമെന്ന് സിജു വിൽസൺ പോലത്തുള്ള നടന്മാർക്ക് അറിയില്ല. റൈറ്ററിനെയാണോ സമീപിക്കേണ്ടത്, അസിസ്റ്റന്റിനെയാണോ സമീപിക്കേണ്ടത്, അസോസിയേറ്റിനെയാണോ സമീപിക്കേണ്ടത്, പ്രൊഡക്ഷൻ മാനേജറിനെയാണോ സമീപിക്കേണ്ടതെന്നും കൃത്യമായ ധാരണകളില്ല. പിന്നെ ഉള്ള സ്ട്രഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പുതിയ ആളുകളെ, യങ്ങായിട്ടുള്ള ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് മലയാള സിനിമയ്ക്ക് കുറച്ച് കുറവായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം, ദിലീപ്, സുരേഷ് ഗോപിയിൽ അന്ന് ഒതുങ്ങുമായിരുന്നു. അതായിരുന്നു അന്നത്തെ സ്ട്രഗിള്. 2025 സിജു വിൽസന്റെ സ്ട്രഗിൾ എന്താ? ഒരുപാട് സ്ട്രഗിളുകളുണ്ട്. സസ്റ്റെയിൻ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ സ്ട്രഗിള്. നമ്മളിവിടെ നിലനിൽക്കാന്നുള്ളൊരു കാര്യമുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സ്ട്രഗിളായിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പണ്ട് നമ്മൾ പറയുന്നത്, അതായത് ഞാൻ 2009 തൊട്ടാണ് ശ്രമിച്ചു തുടങ്ങുന്നത്. 2009 വിനീതിന് മലർവാടി ആർട്സ് ക്ലബിൻ്റെ ഓഡീഷന് വേണ്ടിയിട്ട് മെയിൽ അയക്കുന്നത്, ഞാൻ ഇവന്. അന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ഒരുപാട് ഇങ്ങനെ കാണിച്ച് എല്ലാത്തിലും വന്ന് ആൾക്കാർക്ക് യൂസ്ഡ് ആവരുത്, അല്ലെങ്കിൽ കണ്ട് ബോറടിക്കരുതെന്ന് പറയുമായിരുന്നു. കാണുന്ന എല്ലാത്തിലും പോയി തലയിട്ടിട്ട് ആൾക്കാരെ വെറുപ്പിക്കരുതെന്ന് നമ്മളന്ന് പറയുമായിരുന്നു. അതാണ് അത്രയും ചൂസ് ചെയ്ത് നമ്മൾ സുഹൃത്തുക്കളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന കാര്യമാണ്. കണ്ട എല്ലാത്തിലും പോയി എന്താ പറയുക, അന്ന് ഒരുപാട് സീരിയൽ ഓഫേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നായിരുന്നു. അപ്പോൾ അന്നും അതെ ഇന്നും അതിപ്പോൾ സീരിയലിൽ മുഖം കാണിച്ചാൽ സീരിയലിൽ നമ്മൾ അഭിനയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമയിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സീരിയൽ നടൻ എന്നുള്ളൊരു മുദ്ര കുത്തിയിട്ട് അവിടെ ഇരുത്തും. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. അപ്പം അന്ന് ആ ഒരു ചിന്തയായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. ഇന്ന് ഓഡിയൻസിന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. അതാണ്, അല്ലെങ്കിൽ മറന്നു. കാരണം അതുപോലത്തെ കോണ്ടന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഫോണിലെ ആൾക്കാരെ അത് എല്ലാവരും സെലിബ്രിറ്റീസ് ആണല്ലോ. ഫോണിൽ ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഭയങ്കര സെലിബ്രിറ്റീസാണ്. അപ്പോൾ ഒരുപാട് മുഖങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓഡിയൻസ്. അതായത് പാൻ വേൾഡ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫോണിലാണ് ഇപ്പോൾ സിനിമ, കൈകളിലാണ് സിനിമയും അല്ലെങ്കിൽ കോണ്ടന്റുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ മറന്നു. അതാണ് ഏറ്റവും വലിയ സ്ട്രഗിളായിട്ട് ഇപ്പോൾ
ഫീൽ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അധികം ചൂസ് ചെയ്യാനും പറ്റില്ല. ഞാനാണെങ്കിൽ ഭയങ്കര ചൂസ് ചെയ്യണം, ഭയങ്കര ചൂസ് ചെയ്തിട്ടാണ് സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ 1 പടം, വർഷത്തിൽ 2 പടം ഇങ്ങനെയൊക്കെ ഇറങ്ങുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ സൂപ്പർ സ്റ്റാറിനെയൊക്കെ പോലെ. അതെ അതെ, അത് സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞിട്ടാണ് അവർ അങ്ങനെ ചെയ്തത്. എനിക്ക് തോന്നുന്നു സിനിമ തുടങ്ങിയ ടൈം തൊട്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സിനിമയിൽ വന്ന സമയം തൊട്ട് തന്നെ ഞാൻ ചൂസ് ചെയ്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 2010 മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്തതിന് ശേഷം 2013 നേരെ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് നേരെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ആൾക്കാരെല്ലാവരും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആക്ടർ ഉണ്ടെന്നും അല്ലെങ്കിൽ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുന്ന ബിവെയർ ഓഫ് ഡോഗ്സ് ആണ്. 2014 ഇറങ്ങുന്നത്. അത് 2015 പ്രേമം. അങ്ങനെ കുറച്ച് പരിപാടികളാണ്. ഓരോ വർഷം ഓരോ സിനിമ എന്നുള്ള രീതിയിലേക്കാണ് ഇറങ്ങിയേക്കുന്നത്. അത്രയും ചൂസ് ചെയ്തിട്ടാണ് ഞാൻ അന്നും പോയിക്കൊണ്ടിരുന്നത്. അതെ, ഇപ്പോഴും അങ്ങനെയാണ്. എനിക്ക് വളരെ കുറച്ച് സിനിമ ചെയ്തുള്ളൂ. ഞാനിപ്പോൾ 15 വർഷമാണ്. ഈ ജൂലൈ 16 15 വർഷവും സിനിമയിൽ. വളരെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുള്ളൂ. എല്ലാം കയറി ചെയ്തിട്ടില്ല. ഒന്നെല്ലാം തന്നെ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഹാപ്പി വെഡ്ഡിങ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നായകൻ ഓഫേഴ്സ് ഒന്നുണ്ടായിരുന്നു. പക്ഷെ അത് എന്നെ എക്സൈറ്റിംഗ് ആക്കിയിട്ടുള്ള ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ ഒരു കഥയോ കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ചെയ്തില്ല. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു, ഇപ്പം എൻ്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരു ബ്രേക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇപ്പം ഇപ്പോഴും സെറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ആദ്യത്തെ 3 ദിവസം 4 ദിവസം കഴിയുമ്പോഴാണ് ഞാനൊന്ന് ട്രാക്കിലേക്ക് ആവുന്നത്. ആ ഈസ്നെസ് വരാനായിട്ട് നമ്മൾ ബാക്ക് ടു ബാക്ക് സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, പക്ഷെ അപ്പുറത്ത് വേറൊരു തിയറിയും കൂടി ഇല്ലേ, വരുന്നതെല്ലാം ചെയ്യണം തുടക്കത്തില്. എന്താ നമുക്ക് വർക്ക് ആവാന്ന് അറിയില്ല. ഈ എപ്പോഴും കണ്ടിട്ടില്ലെങ്കിൽ ആളുകൾ നമ്മളെ മറന്നും പോവും എന്നുള്ള ഒരു കാര്യം. ഇത് എല്ലാ പുതുമുഖ നായകന്മാർക്കും എവിടെ നിന്നൊക്കെയോ ബൈ ഡിഫോൾട്ട് കിട്ടുന്ന ഒരു ഉപദേശം. അത് സ്വീകരിക്കാതിരിക്കുന്നതിലും ഒരു റിസ്ക് ഇല്ലേ? റിസ്ക് അല്ല, അന്നത്തെ കാലത്ത് എനിക്ക് അങ്ങനത്തെ ഒരു റിസ്ക് തോന്നിയിട്ടില്ല. കാര്യം നമ്മൾ ഇപ്പോൾ ഒരു കഥാപാത്രം ചൂസ് ചെയ്ത് വൃത്തിയായിട്ട് ചെയ്ത് എത്തിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ ചെയ്ത എല്ലാ സിനിമകളിലെയും കഥാപാത്രങ്ങൾ ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളാണ്. ഞാൻ വളരെ കുറച്ച് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ആൾക്കാർക്ക് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലൊരു എന്താ പറയുക, ഒരു എഫക്റ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തേക്കുന്നത്. അപ്പം അന്നത് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആൾക്കാർ മറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആൾക്കാർ അങ്ങനെ മറന്നു പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഇപ്പം നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ ഡിറ്റക്റ്റീവ് വിജിലൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണെങ്കിലും നല്ല അപ്രീസിയേഷനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഈ പറയുന്ന പോലെ മനസ്സിലിങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അതായത് കണ്ടിന്യൂസ്ലി പടം ചെയ്യണോ അല്ലെങ്കിൽ ചൂസ് ചെയ്തിട്ട് അത്രയും ചെയ്തിട്ട് ചെയ്താൽ മതിയോ എന്നുള്ളത്. പക്ഷെ ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡ് എടുത്തേക്കുന്നത് ഒരു മിനിമം ആവറേജ് ഇതുള്ള സംഭവം നോക്കിയിട്ട് ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ തീരുമാനം എടുത്തതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ സിനിമ വർക്കാവില്ലെന്നും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു കളക്റ്റീവായിട്ടുള്ളൊരു എഫേർട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ എനിക്ക് ഇതിൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിനയം നന്നാക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ഇരുന്നിട്ട് അഭിനയം പഠിക്കാൻ പറ്റില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് പഠിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ പതിയെ മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പതിയെ പ്രാക്ടീസ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെടുത്ത് എത്തിയേക്കണം. അപ്പോൾ കഥയും കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ നിന്ന് ഭീകര ചൂസി അല്ലാതെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന പെർഫോം ചെയ്യാനുള്ള സ്പേസുള്ള കഥാപാത്രങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഞാനും വിചാരിച്ചേക്കുന്നത്.